ഇനി റിപ്പോർട്ടിന്റെ ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. മലപ്പുറത്ത് വിദ്യാർത്ഥികളുടെ ഉച്ചക്കഞ്ഞിക്കുള്ള അരി കടത്തി. രാത്രിയുടെ മറവിലാണ് അരി കടത്തുന്നത്. മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്വകാര്യ വാഹനത്തിലാണ് അരി കടത്തിയത്. അരിക്കടത്തിന് പിന്നിൽ സ്കൂളിലെ അധ്യാപകൻ തന്നെയാണെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അരിക്കടത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. എന്നാൽ ആരോപണം നിഷേധിച്ചിപ്പോൾ സ്കൂൾ അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നുമാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം. അഷ്കർ അലി കരിമ്പ ചേരുന്ന വിവരങ്ങളുമായി. അഷ്കർ, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അരി കടത്തുന്നത്. ഇതിപ്പോൾ ആരാണ് കടത്തിയത് എന്ന് മാത്രമാണ് അറിയാൻ ബാക്കിയുള്ളത്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? വിനിത, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരത്തിൽ അരിക്കടത്ത് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയവരുടെ ആരോപണം. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാണ് VHM ഹയർ സെക്കൻഡറി സ്കൂൾ മൊറയൂരിൽ. ഇത് വിദ്യാഭ്യാസ ഇതിലൊക്കെ തന്നെ വളരെ മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യാലയം തന്നെയാണ്. 10,000-4,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി സർക്കാർ നൽകുന്ന ഉച്ചക്കഞ്ഞിക്കുള്ള അരി, ആ അരിയാണ് രാത്രിയുടെ മറവിൽ കടത്തിയിരിക്കുന്നത്. ആ കടത്തിന് പിന്നിൽ ഒരു അധ്യാപകൻ തന്നെയാണെന്നാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയവർ ആരോപിക്കുകയും ചെയ്യുന്നത്. ആ സ്കൂളിലെ തന്നെ കായിക അധ്യാപകനാണ് ഇത്തരത്തിൽ അരിക്കടത്തിന് കൂട്ടു നിൽക്കുന്നതെന്നാണ് ആരോപണം. യഥാർത്ഥത്തിൽ ഈ അരി സൂക്ഷിക്കുന്ന ഗോഡൌണിന്റെ ചുമതല സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. അയാളാണ് അദ്ദേഹത്തിന്റെ ഈ ഗോഡൌണിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനും കസ്റ്റോഡിയനൊക്കെ തന്നെ. പക്ഷേ അത് മറികടന്നുകൊണ്ട് മറ്റൊരു അധ്യാപകൻ ഇടപെട്ടുകൊണ്ട് രാത്രി 12 മണിക്ക് ഒരു സ്വകാര്യ വാഹനം സ്കൂളിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ഒരു പിക്കപ്പ് വാഹനത്തിലേക്ക് ഒരു ചുമട്ടു തൊഴിലാളി ഉപയോഗിച്ചുകൊണ്ട് ചാക്കുകളിലായി അരി കൊണ്ടുപോയി ആ പിക്കപ്പ് വാഹനത്തിലേക്ക് എത്തിച്ച് കടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ തന്നെ കാര്യവും വ്യക്തമാണ്. നമ്മൾ നേരിട്ട് സ്കൂളിലെത്തി ആ പ്രധാന അധ്യാപകനോടൊക്കെ ഈ വിഷയം സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. അവർ പറയുന്നത് ഇവിടെ മീൽസ് ഓഫീസർ വന്ന് പരിശോധന നടത്തുകയും ഇവിടുത്തെ കണക്കുകളെല്ലാം കൃത്യമാണ് എന്ന് തന്നെയാണ് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ദൃശ്യങ്ങളെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് അവരുടെ മറുപടി. പക്ഷേ നമുക്കത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. ദൃശ്യങ്ങളിൽ കാരണം ഈ അരിക്കടത്ത് വ്യക്തമാണ് എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം 140 ഗ്രാം അരി വീതമാണ് സർക്കാർ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 12,000-ഓളം വിദ്യാർത്ഥികൾക്ക് അരി അവിടെ നൽകുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അരി ബാക്കി വരികയാണെങ്കിൽ പല വിദ്യാലയങ്ങളും പല രീതിയിലാണ് അത് കൈകാര്യം ചെയ്യാറ്. അങ്ങനെ ചില വിദ്യാലയങ്ങൾ ആ വിദ്യാർത്ഥികൾക്ക് തന്നെ വീട്ടിലേക്ക് കൊടുത്തുവിടുന്ന പതിവൊക്കെ ഉണ്ട്. പക്ഷേ ഇത് രാത്രിയുടെ മറവിൽ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയി മറിച്ചു വിറ്റു എന്നാണ് ഇപ്പോൾ ഈ അധ്യാപകനെതിരെ ഉയരുന്ന ആരോപണം. ഇപ്പോൾ ഹുസൈൻ ബാബു ഉണ്ട്, ഇതിലെ പരാതിക്കാരനാണ്. ശ്രീ ഹുസൈൻ ബാബു, ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ സ്കൂളിൽ നിന്ന് അരി കടത്തുന്നത്. താങ്കൾക്ക് ഇത് ആരാണ് ഇതിന് പിന്നിലെന്നാണ് തോന്നുന്നത്? ഇത് മൊറയൂര് ഹൈസ്കൂളിലെ തന്നെ PT അധ്യാപകനായ TP രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ്. ആ വീഡിയോ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ശ്രീ ഹുസൈൻ, താങ്കൾ ഇതെങ്ങനെയാണ് ഈ വിവരം അറിയുന്നത്? കാരണം പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണോ, അതല്ലെങ്കിൽ കുറെ ദിവസങ്ങളായോ അങ്ങനെയൊക്കെ നടക്കുന്നതാണോ? എങ്ങനെയാണ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇത്തരത്തിലൊരു അഴിമതി? ഇപ്പം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവിടെയുള്ള ടീച്ചേഴ്സിന്റെയും ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഇവര് പലവട്ടം അവിടെ പ്രധാന അധ്യാപകരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകാത്തതിന്റെ തുടർന്നാണ് അവിടെയുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ടീച്ചേഴ്സും കൂടി കൂടിയിട്ടാണ് വീഡിയോ പകർത്തിയത്. അപ്പോൾ മറ്റ് അധ്യാപകർക്ക് ഉൾപ്പെടെ ഇത് അറിയാമെന്നാണോ താങ്കൾ പറയുന്നത്? കാരണം ഇത് ആരോപണം നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ സ്കൂൾ അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളൊന്നും അറിയില്ല എന്നായിരുന്നു പറയുന്നത്. അവര് പ്രധാന അധ്യാപകരുടെ അറിവോട് കൂടിയിട്ടാണ് ഈ കളവ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് നിഷേധിക്കല്ലാതെ അവരെ മുന്നിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഈ പ്രധാന അധ്യാപകനോട് ഉൾപ്പെടെ ഇക്കാര്യം താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ അല്ലേ? അതെ, പ്രധാന അധ്യാപകരുമായിട്ടൊക്കെ ഇത് പലവട്ടം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വീണ്ടും തുടർന്നതിന്റെ ഭാഗമായിട്ടാണ് വീഡിയോ പകർത്തേണ്ടി വന്നത്. പരാതി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും മറ്റുള്ളവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. ശ്രീ ഹുസൈൻ, ഇപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ അരി കടത്താനാവുന്നത്? കാരണം അതിനൊക്കെ കൃത്യമായി കണക്കില്ലേ? ഈ ഉച്ചക്കഞ്ഞി കഴിക്കാത്ത കുട്ടികൾക്ക് പോലും തിരിച്ച് ആ ഗ്രാം പോലും കണക്കാക്കി വീട്ടിലേക്ക് കൊടുത്തുവിടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ആ രീതിയിലൊക്കെയുള്ള രീതികളുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത്രത്തോളം അരി ചാക്കിലൊക്കെ കടത്താനാകുന്നത്? ഇത് ഓരോരോ കുട്ടികളും ഭക്ഷണം കഴിക്കുന്നതിന്റെ ഓരോ 140 ഗ്രാമോളം ഓരോ കുട്ടികൾക്കും ഗവൺമെന്റ് അനുവദിക്കുന്നുണ്ട്. ഇതിൽ കണക്ക് കൂടുതൽ കാണിച്ചിട്ട് കുട്ടികളെ കണക്ക് കാണിച്ചിട്ട് അതിൽ മിച്ചം വരുന്ന അരികളാണ് ഈ കൊണ്ടുപോകുന്നത്. 4000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഹൈസ്കൂളാണ്. എന്നിട്ടും ഈ പരാതികൾ നൽകിയിട്ടും ഇന്നലെ പോലും പാല് കൊടുത്തപ്പോൾ പോലും 8ാം ക്ലാസ്സിക്ക് പാല് മുട്ട കൊടുക്കുന്നില്ല. അതും ഇവര് കടത്തി കൊണ്ടുപോവുകയാണ്. ഒരു ദിവസം പോലും
ഈ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പാലോ മുട്ടയോ ഒന്നും കൊടുക്കുന്നില്ല അവര്. ശ്രീ ഹുസൈന ബാബു, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ താങ്കൾ പരാതി നൽകിയെന്ന് പറയുന്നു. അതിലെന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് ഉൾപ്പെടെ ഇത്തരത്തിൽ പരാതി നൽകിയതിൽ എന്തെങ്കിലും പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? തീയതിയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അത് DDക്കും മറ്റുള്ളൊക്കെ അതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിന്റെ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെയധികം നന്ദി. പരാതിക്കാരനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് മലപ്പുറത്ത് നിന്ന് വരുന്നത്. അഷ്കർ അലി തുടരുന്നുണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അഷ്കർ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ, പരാതിക്കാരൻ പറഞ്ഞതുപോലെ പ്രധാന അധ്യാപകനോട് ഉൾപ്പെടെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. എന്നിട്ടും നിർബാധം ഈ അരിക്കടത്ത് തുടർന്നതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ നിർബന്ധിതമായതെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ സ്കൂൾ അധികൃതർ ഇതെല്ലാം നിഷേധിക്കുകയാണല്ലോ. വിനിത, സ്കൂൾ അധികൃതർ പറയുന്ന കാര്യം, ഇതിന് മീൽസ് ഓഫീസർ വന്ന് ഞങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചു. ആ കണക്കുകളിൽ അരിയുടെ സ്റ്റോക്കൊക്കെ തന്നെ കൃത്യമായിരുന്നു. അതുകൊണ്ട് അത്തരമൊരു അരിക്കടത്ത് ഉണ്ടായിട്ടില്ല. പിന്നീട് ഇവിടെ ഞാൻ വീണ്ടും ആവർത്തി ചോദിച്ചു, ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ നിന്ന് മറ്റ് ആവശ്യങ്ങൾക്ക് അരി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പ്രധാന അധ്യാപകരോടക്കം അവിടെയുള്ള മറ്റ് അധ്യാപകരോടും ചോദിച്ചിരുന്നു. പക്ഷേ അവർ പറഞ്ഞ മറുപടി, അനൗദ്യോഗികമായി അരി കൊണ്ടുപോകാറുണ്ട്, പക്ഷേ അത് ഒരിക്കലും രാത്രിയിൽ ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകാറില്ല. അത് കൊണ്ടുപോകുന്നതുണ്ടെങ്കിൽ തന്നെ യുവജനോത്സവം മറ്റ് കലോത്സവങ്ങളോ നടക്കുന്ന സമയത്ത് അവിടെയുള്ള പാർട്ടിസിപ്പൻസിന് നൽകുന്നതിന് വേണ്ടി ആ ഏരിയയിൽപ്പെട്ട അല്ലെങ്കിൽ ആ കലോത്സവ മേളയ്ക്ക് പങ്കെടുക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്നും ചെറിയ തോതിൽ ഒരു പങ്കാളിത്തം എന്നുള്ള രീതിയിൽ അനൗദ്യോഗികമായി കൊണ്ടുപോകാറുണ്ട്. അതിനപ്പുറത്തേക്ക് അരി ഒരിക്കലും കൊണ്ടുപോകാറില്ല എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ അങ്ങനെ ഒരു കലാമേളയോ ഇല്ലെങ്കിൽ അത്തരത്തിലൊരു അരി കൊണ്ടുപോകേണ്ട സാഹചര്യമോ ഉണ്ടായിട്ടില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ജനുവരി 2-ാം തീയതി രാത്രി 12 മണിയോടെ അടുത്ത സമയത്താണ് പകർത്തിയതെന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയ ആളുകൾ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മുഹമ്മദ്, താങ്കളുടെ ശ്രദ്ധയിൽ ഈ ദൃശ്യങ്ങൾ പെട്ടിരുന്നു. ഇത്തരത്തിൽ അരിക്കടത്തുന്ന ഒരു ആരോപണം ഉയർന്നിരിക്കുകയാണ്. താങ്കൾ PTA പ്രസിഡന്റായ സ്കൂളിൽ ഒരാൾ പരാതി തരിക, ദൃശ്യങ്ങൾ അയച്ചു തരിക, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അന്വേഷിക്കാം. ഇതിങ്ങനെ പുറത്ത് കേട്ടപ്പോൾ തന്നെ അന്വേഷിച്ചപ്പോൾ HM-നോട് ഞാൻ ചോദിച്ചു. ആ HM പറഞ്ഞു ഇവിടെ സ്റ്റോക്ക് എന്താ സ്ഥിതി, സ്റ്റോക്ക് നോക്കി. സ്റ്റോക്കൊക്കെ ക്ലിയർ ആണ്, ഓഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ആരും ഒരു പരാതി തരിക അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് അയച്ചു തരിക ഒന്നും ചെയ്തിട്ടില്ല. അതല്ല, താങ്കൾ ശ്രദ്ധയിൽ ഈ രാത്രിയൊക്കെ ഈ അരി എങ്ങോട്ട് കൊണ്ടുപോകണം, അത്തരത്തിലൊരു സാഹചര്യം എന്താണ് അവിടെ? അത് നമുക്കറിയില്ലേ, ഞങ്ങൾ അറിയണമെന്നില്ലല്ലോ. ഞങ്ങളിപ്പോ ഇതേമാതിരി പുറത്തുനിന്നുള്ള ഈ വർത്താനാ കേൾക്കുന്നത്. ശ്രീ CK മുഹമ്മദ്, ഇപ്പോൾ താങ്കളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, ഇത്തരത്തിലൊരു പരാതിയുണ്ട്. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രധാന അധ്യാപകനോട് ഉൾപ്പെടെ ഇക്കാര്യം പറഞ്ഞിരുന്നു നേരത്തെ എന്നാണ് ഈ പരാതിക്കാരൻ പറയുകയും ചെയ്യുന്നത്. ഞാനും ചോദിച്ചിരുന്നു മൂപ്പരോട്, എന്താ ഇതിന്റെ സ്ഥിതി, ഇതെന്താ നമുക്ക് പരാതിയും കാര്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടിയെന്നോ ചോദിച്ചു. അയാൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം, ചുമന്ന് കൊണ്ടുപോവുകയാണ്. രാത്രിയിലും പകലും ചാക്കുകളിൽ അരി ചുമന്നു കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പലതവണ പരാതിപ്പെട്ടിട്ടും ഒരു തരത്തിലും നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ നിർബന്ധിതമായതെന്നാണ് അല്പം മുൻപ് പരാതിക്കാരൻ പറഞ്ഞത്. പലതരം പരാതി PTA പ്രസിഡന്റ് എന്നുള്ളവർക്ക് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ. PTA പ്രസിഡന്റ് ഇപ്പൊ 2 മാസമായിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട സ്ഥിതിക്ക് താങ്കൾ ഇനി എന്തായിരിക്കും ഇതിൽ ഇടപെടാൻ പോകുന്നത്? ശ്രദ്ധയിൽപ്പെട്ട സ്ഥിതിക്ക് HM-നെ വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇത് പരിശോധിച്ചിട്ട് നിയമ നടപടി എടുക്കില്ലെങ്കിൽ തള്ളും ചെയ്യും. ഈ കായികാധ്യാപകന്റെ നേതൃത്വത്തിലാണെന്നൊരു പരാതി ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ താങ്കൾക്ക് അറിയാമോ? ഏതെങ്കിലും തരത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? ആ കായിക അധ്യാപകനല്ല അവിടെ ചാർജ്. അവിടെ HM-നും പിന്നെ വേറെ മാസമാണ് ഇതിന്റെ ചാർജ്. കായിക അധ്യാപകന് ചാർജ് ഇല്ല. ഓക്കെ, കായിക അധ്യാപകന് ഇവിടെ ചാർജ് ഇല്ല. HM-നും വലുപ്പമാണ് ചാർജ് ഉള്ളത്, വേറെ ആക്കും. പക്ഷെ എന്തായാലും താങ്കൾ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം വിദ്യാർത്ഥികൾക്കുള്ള അരിയാണ്. ഞാൻ മീറ്റിംഗ് വിളിച്ചിട്ട് നോക്കും കേട്ടോ. ഓക്കെ, വളരെയധികം നിയമ നടപടി, നമ്മൾ തെറ്റായ നടപടി ഉണ്ടെങ്കിൽ നടപടിയായിട്ട് പോവും. അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കും, എല്ലാ പരിപാടിയും ചെയ്യും കേട്ടോ. ഓക്കെ, അല്ല വെറുതെ ഒരാളെ നമുക്ക് നിയമപരമായിട്ട് നമുക്കൊരു പരാതി ഇല്ല, ഒന്നുമില്ല,
ഒന്നുമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ താങ്കൾക്ക് തീർച്ചയായും വിശ്വസിക്കാം. റിപ്പോർട്ടർ ടിവിയുടെ ഞങ്ങളുടെ മലപ്പുറത്തെ ലേഖകൻ അഷ്കർ അലിയാണ് ഈ വാർത്തകൾ, ഈ ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഉൾപ്പെടെ ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. താങ്കളുടെ അടിയന്തര ഇടപെടൽ ഇതിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു ശ്രീ സി കെ മുഹമ്മദ്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. വളരെയധികം നന്ദി ശ്രീ സി കെ മുഹമ്മദ്, പി ടി എ പ്രസിഡന്റ്. അദ്ദേഹത്തിനും ഈ വിഷയത്തിൽ അറിവുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ പ്രധാന അധ്യാപകരാണ് ചാർജ് എന്ന് പി ടി എ പ്രസിഡന്റ് പറയുന്നു. പക്ഷേ പരാതിക്കാരൻ തന്നെ പറയുന്നത് പ്രധാന അധ്യാപകന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിരുന്നു എന്നാണ്. അഷ്കർ, അത് തന്നെയാണ് ഇതിൽ പ്രശ്നം. പ്രധാന അധ്യാപകന് തന്നെ ചാർജ് ഉണ്ട് ഇക്കാര്യത്തിൽ എന്നാണ് പി ടി എ പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ അദ്ദേഹവും ഇത് അറിഞ്ഞില്ലെന്നൊരു നിലപാടിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? വിനീത, അവർ പറയുന്ന അവരുടെ നിലപാട് അവർ വിശദീകരിക്കുന്നത് മീൽസ് ഓഫീസർ അഥവാ ഈ ഓരോ സ്കൂളിലെയും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ അരിയുടെ കണക്ക് സ്റ്റോക്കൊക്കെ നോക്കുന്ന മീൽസ് ഓഫീസർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥർ വന്ന് സ്കൂളിൽ പരിശോധന നടത്തുമ്പോൾ അരിയുടെ കണക്ക് കൃത്യമാണ് എന്നാണ് അവർ പറയുന്ന മറുപടി. പക്ഷേ അതൊട്ടും തൃപ്തികരമല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നിലവിൽ അരി സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട അരിയിൽ അമിതമായ അളവിൽ അരി ബാക്കി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അരി എന്തുകൊണ്ട് ഇത്ര ബാക്കി വന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് നൽകിയില്ല എന്ന ചോദ്യം വരും. അതുകൊണ്ട് തന്നെ പല വിദ്യാലയങ്ങളിലും ഇത്തരത്തിൽ ബാക്കി വരുന്ന അരി പല വിധത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾക്ക് വീടുകളിലേക്ക് കൊടുത്തുവിടുകയോ ഇല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും വിധത്തിൽ വിദ്യാർത്ഥികൾക്ക് തന്നെ ഉപകാരപ്പെടുന്ന വിധത്തിൽ ചെലവഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് കൊണ്ടുപോയി കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായ ലംഘനം. മാത്രമല്ല, അളവിൽ കാണിക്കേണ്ടതിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ എണ്ണം കാണിച്ചുകൊണ്ട് സ്കൂളുകളിലേക്ക് അരി വാങ്ങുന്നു എന്നുള്ളതും വലിയൊരു കുറ്റകൃത്യമാണ്. അതും ഇവിടെ നടന്നതായി സ്വാഭാവികമായും സംശയിക്കാവുന്നതാണ്. മറ്റൊന്ന്, ഈ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഉച്ചക്കഞ്ഞിക്ക് സൗജന്യമായി ഉച്ചക്കഞ്ഞി ഭക്ഷണം വിതരണം ചെയ്യുന്നത്. ഈ സ്കൂളിൽ 9, 10 ഉൾപ്പെടെയുള്ള മുതിർന്ന ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുമുണ്ട്. അങ്ങനെ അധികം ഭക്ഷണം വരികയാണെങ്കിൽ അത് ഞങ്ങൾ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് കൊടുക്കും. ഒരു തരത്തിലും അരി അങ്ങനെ മിച്ചം വരേണ്ട സാഹചര്യമില്ല എന്ന് പ്രധാന അധ്യാപകൻ തന്നെ വിശദീകരിക്കുകയും ചെയ്തു. ഇന്നലെ എന്നോട് നേരിട്ട് തന്നെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അത്തരത്തിലൊരിക്കലും അരി സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് നൽകാത്തതിൻ്റെ പേരിൽ ബാക്കി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രധാന അധ്യാപകൻ്റെ തന്നെ വിശദീകരണം. അങ്ങനെയെങ്കിൽ ഈ അരി എങ്ങനെ ബാക്കി വന്നു എന്നുള്ളതും കണക്കിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ബാക്കി വന്ന അരി ഉച്ചക്കഞ്ഞിയുടെ വിതരണത്തിന് ചുമതലയില്ലാത്ത അധ്യാപകൻ, അതുപോലെ തന്നെ അതിൻ്റെ അരി സൂക്ഷിപ്പ് ചുമതലയുള്ള കസ്റ്റോഡിയനായിട്ടുള്ള പ്രധാന അധ്യാപകൻ, ഇവർ രണ്ടുപേരും അറിയാതെ മറ്റൊരു അധ്യാപകൻ എങ്ങനെയാണ് ഈ അരി തുറന്ന് പുറത്തേക്ക് എടുക്കുക, അതൊരു ചുമട്ടുതൊഴിലാളി ഉപയോഗിച്ച് സ്വകാര്യ വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോകുക എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഈ ആരോപണ വിധേയനായ അധ്യാപകനും പ്രധാന അധ്യാപകനും അടക്കം കസ്റ്റോഡിയൻ എന്ന നിലയിൽ അവർ മറുപടി പറയേണ്ടി വരും. മറ്റൊന്ന്, അർദ്ധരാത്രിയിൽ എന്തിനാണ് ഇത്തരത്തിൽ സ്കൂളിലേക്ക് ഒരു അധ്യാപകനെത്തി അരി വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകേണ്ട സാഹചര്യം? അതെന്താണ്, അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളതും സ്വാഭാവികമായി സംശയിക്കപ്പെടും. കാരണം അർദ്ധരാത്രിയോടൊക്കെ ഒരു സ്കൂളിലെത്തി അരി സ്വകാര്യ വാഹനത്തിലേക്ക് കയറ്റുക എന്നുള്ളത് ഒട്ടും സംശയാസ്പദമായിട്ടല്ലാതെ നമുക്ക് ആ ദൃശ്യങ്ങളെ കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ മറുപടിയും പറയേണ്ടി വരും. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയതുകൊണ്ട് തന്നെ ആ പരാതി നടപടി ഉണ്ടാകുമെന്നാണ്. മലപ്പുറം മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്വകാര്യ വാഹനത്തിൽ അരി കടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പരാതി പോയിട്ടുണ്ട്. അടിയന്തരമായ നടപടികളും പ്രതീക്ഷിക്കുകയാണ്. തുടർ വാർത്തകളും അഷ്കർ അലി തന്നെ നൽകും.